ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടിനുള്ള നല്ലൊരു പച്ചമരുന്നുമായിട്ടാണ്. അതുമാത്രമല്ല, ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൂടിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയായിട്ടുള്ള ഒരു നല്ല പച്ചമരുന്നാണ് ഞാനിവിടെ അരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ തോലാണ് ഈ കാണുന്നത്. ഈ തോല് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട ഇതിൻ്റെ ഭാഗം ഏതാണെന്ന് വെച്ചാൽ, ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ കട്ടിയായിട്ടുള്ള ഈ വശം ഒഴിവാക്കുക. ഇതുപോലെ നിങ്ങൾ ഈ പച്ച കളറിൽ കാണുന്ന ഈ വശം കുറച്ച് അധികമായിട്ട് എടുക്കുക. ഇതിന് ഇത്ര അളവ് എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നീർക്കെട്ടുള്ള ഭാഗം അതിനെ ആശ്രയിച്ചിരിക്കും. കാരണം എത്ര വശത്താണോ നിങ്ങൾക്കത് വ്യാപിച്ചിട്ടുള്ളത് അത്രയും വശത്ത് തേക്കാനായിട്ടുള്ള ആ അളവ്, അതാണ് അതിൻ്റെ പാകം. അത് നമുക്ക് ഇത്ര അളവെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ മുരിങ്ങയുടെ തോല് എന്ന് പറയുന്നത് നമ്മൾ അരച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് മിക്സിയിലൊന്നിട്ട് നിങ്ങൾ അരച്ചെടുക്കരുത്, അമ്മിക്കല്ലിൽ വെച്ച് തന്നെ നല്ലതുപോലെ അരച്ചെടുക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീരൊക്കെ വറ്റിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പച്ച തണ്ട്, ഇത് എൻ്റെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പച്ച നോക്കിയെടുക്കുക. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇതൊക്കെ അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഈ വെളുത്തുള്ളിയും കടുകും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഈ തോല് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കടുകും വെളുത്തുള്ളിയൊക്കെ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിട്ട് ഇവിടെ ഇത്രയും എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഇതിൻ്റെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിട്ട് ജസ്റ്റ് ഇത്രയും തോനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ തോലോട് കൂടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അല്ലികളായിട്ട് നിങ്ങൾക്ക് പൊളിച്ചെടുത്തിട്ട ശേഷം അങ്ങനെ വേണമെങ്കിൽ അരച്ചെടുക്കാം. ഈ തോല് പോക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് അവിടെ ഇരിക്കും. ഞാൻ ഇതിപ്പോൾ ഈ വെളുത്തുള്ളിയെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ അല്ലികളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിരിക്കുന്നത് ഈ മുരിങ്ങയുടെ തോല് എന്ന് പറയുന്നത് ഒരു 15 ഗ്രാമോളം വരും. ഇതിപ്പോൾ ഒരു 15 ഗ്രാമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 15 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഇതിന് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 അല്ലി വെളുത്തുള്ളി മാത്രമാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ കടുക്, ഇത്രയാണ് ഇതിനാവശ്യം. വെളുത്തുള്ളി ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ വേണ്ടുന്നത്, ഇവിടെ കുറച്ച് മസാജ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് മസാജ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ മസാജ് ഓയിൽ നിർബന്ധമാണ് നമ്മുടെ മരുന്നിന്. മസാജ് ഓയിൽ ആദ്യം പുരട്ടിയതിന് ശേഷം വേണം ഈ അരപ്പെടുത്തിട്ട് നമുക്ക് എവിടെയാണോ നീർക്കെട്ടുള്ളത് അവിടെ തേക്കാനായിട്ട്. മസാജ് ഓയിൽ നിങ്ങൾക്ക് പല ബ്രാൻഡുകളിലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അതില്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ മരുന്ന്, ഈ ഒരു അരപ്പ് നിങ്ങൾ പുരട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഈ മരുന്ന് പുരട്ടണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മരുന്നിൻ്റെ ഫലം കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നുമില്ല. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഈ പച്ച തോല് മാത്രമാകുമ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും. പച്ച തോലും വെളുത്തുള്ളിയും കടുകും കൂടെ നമ്മൾ നല്ല ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ആ കഴുകിയെടുക്കുന്നതിൽ തന്നെ ഒരല്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടിയിട്ട് ഇത് അരച്ചെടുക്കുക. ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ ഫലം ലഭിക്കില്ല. കാരണം ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കിട്ടാനായിട്ട്. വെള്ളം ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ, നീരൊന്നും അങ്ങനെ വരുന്നില്ല. ഇതിനകത്ത് തന്നെ നമ്മൾ തൊടുമ്പോൾ എന്നാൽ അത്യാവശ്യം നീര് ഇതിനകത്ത് ഉണ്ട് താൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട്. ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്
നീർക്കെട്ടുള്ള ഭാഗത്ത് പുരട്ടാനും അതുപോലെ തന്നെ വേദന, പഴുപ്പ്, നീര് ഇത്രയും ആവശ്യങ്ങൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഇത് പുരട്ടി കഴിഞ്ഞാൽ മാറും. അതുപോലെ തന്നെ പഴുപ്പ്, ഇതൊക്കെ ഇത് വലിച്ചെടുക്കാനായിട്ട് കഴിവുണ്ട് ഈ അരപ്പിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പുരട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് പുരട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വശത്തായിട്ടാണ് ഈ നീർക്കെട്ട് ഉള്ളതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് മസാജ് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ പുരട്ടുക. ആ നീർക്കെട്ടുള്ള അത്രയും വശത്ത് നിങ്ങളിതുപോലെ മസാജ് ഓയിൽ പുരട്ടുക. അതിനുശേഷം ഈ അരപ്പെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് ഇതിങ്ങനെ ഒലിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ അമർത്തി കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ തന്നെ, ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വെക്കണം. എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്നുള്ള നീര് നമ്മുടെ നീർക്കെട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വേദന നമുക്ക് ശമിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തേക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഒരു പുകച്ചിലും നീറ്റലും ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ നീർക്കെട്ടുള്ളവർക്ക് നല്ലതുപോലെ തന്നെ അതിൻ്റെ നീറ്റലൊക്കെ നല്ലതുപോലെ അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മസാജ് ഓയിൽ ഇവിടെ ഇങ്ങനെ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയുടെയും കടുകിൻ്റെയൊക്കെ പുകച്ചിൽ കാരണം നിങ്ങൾക്ക് ഇത്രയും ഭാഗം പൊള്ളി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും മസാജ് ഓയിൽ തേക്കണം എന്ന് പറയുന്നത്. ഈ അരപ്പ് ഇപ്പോൾ ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ അരച്ചിട്ട് കാണിക്കാത്തത്. അപ്പോൾ അരയ്ക്കുന്നതൊന്നുമില്ല, നിങ്ങൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് വേറൊന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നീർക്കെട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മരുന്ന് പ്രയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനായിട്ട് മറക്കരുത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇതിന് ശമനം കിട്ടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.